ഒന്നൊന്ന് ഒരു കാര്യം പറയാം. എന്താ പ്രശ്നം? നമ്മുടെ സുരേഷിനെ പോലീസ് നോക്കി ഈ കാലത്ത് തന്നെ. എന്തായിട്ട് ഈ രാവിലെ തന്നെ പോലീസ് നോക്കാനായിട്ട്? കാലത്ത് തന്നെ വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചു. കാലത്ത് തന്നെ? ആ അവനിത് എവിടെ നിന്ന് കിട്ടി? കാലത്തിന് ഇത് എന്ത് പ്രശ്നം? ആരോട് പറയാ? ഒന്ന് പോയടാ കാണുന്നു. ഞാനും ഇത് ആദ്യം വിശ്വസിച്ചില്ല, പക്ഷെ സംഭവം സത്യ. ദൈവമേ, അടിപൊളി. ആ ഇനിയിപ്പോ സ്റ്റേഷനിൽ പോയി കൊണ്ടുവരാൻ പോയോക്കാം. വേറെ നിർത്തില്ലല്ലോ. എൻ്റെ വാർഡിൽ നിന്ന് കുറച്ച് പേര് അപ്പുറത്തെ വാർഡിലേക്ക് പോയി. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ കയറി പോരുമെന്ന് എനിക്കറിയില്ല. ചേച്ചിനെ അത് നോക്കിയിരിക്കണ്ട, അത് ജനറൽ വാർഡായി. എൻ്റെ ദൈവമേ, ജനറൽ വാർഡോ? ആ പറഞ്ഞേട്ടാ ഇടയ്ക്ക്. നമ്മുടെ ആ സുരേഷില്ലേ, അവൻ രാവിലെ തന്നെ വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞ് പോലീസ് നോക്കി. ദേ ഇപ്പൊ അവനൊന്ന് കൊണ്ടുവരാൻ വേണ്ടി പോവേ. ആ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഇനി പോണ്ടാട്ടാ, നമ്മുടെ രാമേട്ടൻ അവിടെ ഉണ്ട്. രാമേട്ടൻ്റെ കാലത്ത് തന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പൊ ഇനി സ്റ്റേഷനിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലേ, അവരെ ലീവന്നെ. എൻ്റെ പൊന്നു സുരേഷ്, നിനക്ക് ഈ കാലത്തിന് അത് എവിടെ നിന്ന് കിട്ടി? എൻ്റെ പൊന്നിയേട്ടാ, ഞാൻ ഇന്നൊരു തുള്ളി അടിച്ചിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെ പോലീസ് വിളിച്ചേ? ഇതെന്താ പ്രധാന കാലത്ത് തന്നെ അമ്പലത്തിൽ പോയാ? അടിപൊളിയുണ്ടല്ലോ. അമ്പലത്തിൽ പോയെന്ന് തൊഴുത് പോന്ന് അപ്പോഴാണ് ഓരോ വാർത്തകൾ കേൾക്കുന്നത്. ആ എന്ത് പരിപാടിയുടെ കാലത്ത് തന്നെ അടിപൊളി. കീറിയാൻ പറ്റോട്ടാ, എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്തെടുത്ത് നിൽക്കണം. കാലത്ത് തന്നെ ഇരിക്കില്ല. എന്നാലും എൻ്റെ മോനെ ഇത്ര കാലത്ത് കഴിച്ച് മോൻ്റെ കൂമ്പ് പാടിക്കണോ? എൻ്റെ ചേച്ചി, ഞാൻ കാലത്ത് കഴിച്ചിട്ടൊന്നുമില്ല. ഞാൻ കാലത്ത് കഴിക്കണ ഒരാളും അല്ല. പിന്നെ എങ്ങനെ തന്നെ പോലീസ് പിടിക്കുന്നത്? അല്ല സുരേഷേ, അവര് ഊതിച്ച് നോക്കിയിട്ടൊക്കെ അല്ലേ നിങ്ങളെ പിടിക്കണത്. അപ്പൊ കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഊതുമ്പോ പീ പീ നടിക്കാണ്ടിരിക്കില്ലേ? കഴിച്ചിട്ടില്ലടാ എൻ്റെ പൊന്നു. നീ ഇന്നലെ കഴിച്ചിട്ടുണ്ടായില്ലേ? ആ ദിശിഷ്, വേണ്ട. ഇന്നലെ ഞാൻ കടടച്ച് വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും നടിക്കുന്നത് ഞാൻ കണ്ടതല്ലേ. അത് 9:30 ആയപ്പോഴും കഴിഞ്ഞില്ലേ? ഈ 9:30 ഒരു 2 പേക്കൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് പോകേണ്ട ആവശ്യമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് കഴിച്ചിട്ടുണ്ടാവും. അത് ഞാൻ ചെറുത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചെറുതെന്ന് പറഞ്ഞാ പിന്നെ നീ എത്ര അടിച്ച്? ഒരു അരയും കൂടിയും ബാക്കി ഉണ്ടായില്ലേ, അതും തീർത്താ? 1/2 ലിറ്ററാ. അത് രാവിലെ നോക്കിയിട്ട് കിട്ടിയില്ലടാ, അത് തീർന്നിട്ടുണ്ടാവും. അപ്പൊ രാത്രി ഇരുന്ന് മൊത്തം അടി തന്നെയായിരുന്നു അല്ലേ? മോനെ പുറക്കൊന്നുമില്ലേ? ഇല്ല ചേച്ചി, ഒരു ഇത്തിരി ഇരിപ്പുണ്ടായിരുന്നു. അത് കുടിച്ചു വന്നപ്പോ 1 മണി 2 മണിയൊക്കെ ആയി. ആ കൊള്ളാലോ. ഇവിടെ അങ്ങനെ തന്നെ. ഏയ് ഞാനങ്ങനൊന്നുമല്ല. വൈകിട്ട് പണി കഴിഞ്ഞ് വന്നിട്ട് ഒരു 5-6 മണിക്കൊക്കെ ഒരു 2 പേക്ക് അടിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് കിടന്നുറങ്ങി കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഇരുന്ന് വെള്ളം അടിച്ചിട്ട് പിറ്റേ ദിവസം വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞാൽ അത് ഇത്തിരി പ്രശ്നമോ. അതായിരിക്കും പൊക്കിയത്. അപ്പൊ പൊക്കിയതിന് പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ രാത്രി അടിച്ചു കഴിഞ്ഞിട്ട് 2 മണിക്കൂർ നമ്മൾക്ക് നേരം വെളുക്കുമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ആവണില്ല, 2 മണിക്കൂറേ കഴിയണുള്ളൂ. ഇനിയെങ്കിലും ശ്രദ്ധിച്ച് മര്യാദയ്ക്ക് നോക്ക്. കാലത്ത് തന്നെയൊക്കെ പോണെങ്കിൽ രാത്രിയൊക്കെ ഒഴിവാക്ക്. അത്ര നിർബന്ധമെന്നുണ്ടെങ്കിൽ ഒരു 7 മണി 8 മണി നേരത്തൊക്കെ 2:30 കഴിച്ചോ, എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ല. അല്ല, നിങ്ങൾക്ക് ഇത് കഴിക്കാതിരിക്കാൻ പറ്റില്ലേ? അവിടെ ഇവിടെയൊക്കെ തുറന്നു വെച്ചേക്കല്ലേ, പിന്നെ ഐറ്റകൾക്കും ജീവിക്കണ്ടേ ചേച്ചി. തുറന്നു വെച്ചിരിക്കുന്ന കരുതി കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ സുരേഷ്, തെറ്റ് നിന്റെ ഭാഗത്ത് തന്നെയാണ്. നീ അമിതമായി മദ്യപിച്ചതും ആ മദ്യലഹരി പോണതിന് മുമ്പ് വണ്ടി ഓടിച്ചതും. ഇനിയിപ്പോൾ അവരെ ക്ലാസ്സിലും പോകണം. ലൈസൻസിൻ്റെ കാര്യമാണെങ്കിൽ